ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു പേരത്തൈയൊക്കെ വാങ്ങി ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടുന്ന സമയത്ത് അത് എങ്ങനെ നട്ടാലാണ് വളരെ എളുപ്പത്തിൽ കായ്ച്ച് നമുക്കതിൽ നിന്ന് വിളവ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അത്യാവശ്യം നല്ല രീതിയിൽ വളം കൊടുത്താൽ നല്ല പോലെ വിളവ് തരുന്ന ഒരു ഫലവൃക്ഷമാണ് നമ്മുടെ ഈ പേര. പേര നടുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ അടിവളം കൊടുത്തിട്ട് വേണം നടാനായിട്ട്. അങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് പേര വളരെ ചെറുതിലേ തന്നെ നല്ല രീതിയിൽ കായ്ച്ചു കിട്ടുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ പേര നടാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ നന്നായി വെള്ളം വാർന്നു പോകുന്ന ഡ്രെയിനേജ് ഹോളൊക്കെയുള്ള ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ. നമുക്ക് ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും നിലത്തും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേര നന്നായിട്ട് വെച്ച് പിടിപ്പിക്കാം. ഗ്രോ ബാഗിലൊക്കെ നട്ടാലും പേര നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഹോളുകളൊക്കെ ഒരു ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ ഓടിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതിലൂടെ മണ്ണ് ഒലിച്ചു പോവുകയും പിന്നീട് ആ ഭാഗത്ത് മണ്ണ് വന്ന് നിന്ന് അടിഞ്ഞു കൂടിയിട്ട് വെള്ളം ഇതിൽ തന്നെ കെട്ടി നിൽക്കാനൊക്കെ ഇടവരും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഹോളൊക്കെ നമ്മളൊന്ന് അടച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും അടിയിലായിട്ട് കുറച്ച് കരിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ മാത്രം കരിയില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ലെയർ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ പോട്ടി മിക്സ് നിറയ്ക്കുന്നത്. പോട്ടി മിക്സിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഇളക്കമുള്ള ഒരു മണ്ണ്, കുറച്ച് ലൂസായിട്ടുള്ള ഒരു മണ്ണാണ് കേട്ടോ. പശ കുറഞ്ഞിട്ടുള്ള മണ്ണാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, സാധാരണ മണ്ണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉമിയാണ്. ഈ ഉമി നമ്മൾ മഴക്കാലത്തൊക്കെ പേര നടുന്ന സമയത്ത് ഉമിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ അധികം വെള്ളമൊന്നും ഇങ്ങനെ പിടിച്ച് നിൽക്കാതെ, ചകിരിച്ചോറൊക്കെ ആകുമ്പോൾ അതിൽ കൂടുതൽ ഈർപ്പം തങ്ങി നിൽക്കും. അതൊന്നുമില്ലാതെ തന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോവുകയും കൊണ്ട് കൂടുതൽ നല്ലത് ഉമി ചേർക്കുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും കുറച്ച് നന്നായി പൊടിഞ്ഞിട്ടുള്ള ആട്ടിൻ കാഷ്ടവുമാണ് കേട്ടോ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ നമുക്ക് വേണ്ടത് എല്ലുപൊടി, അതും കുറഞ്ഞ അളവിൽ തന്നെ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ. ഞാൻ സാധാരണ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് 1-2 ടീസ്പൂൺ മുട്ടത്തോട് ചേർത്ത് കൊടുക്കാറുണ്ട്. നന്നായി കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മുട്ടത്തോട് നമ്മുടെ ചെടികൾ പൂക്കാനും കായ്ക്കാനൊക്കെ, മുട്ടത്തോടിൽ കാൽസ്യം ഉള്ളത്, ധാരാളമായി കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുട്ടത്തോട് നമ്മുടെ പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ പേരയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കായ്ച്ചു കിട്ടുന്ന ഒരു ഫലവൃക്ഷം കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ നടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കുറഞ്ഞ അളവിൽ നമുക്ക് ചാരം കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചാരം ഒരു പൊട്ടാഷ് വളമായതുകൊണ്ട് തന്നെ നമുക്കിത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പേരയൊക്കെ നന്നായിട്ട് കായ്ക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ പോട്ടി മിക്സ് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഉമിയൊക്കെ ചേർത്ത് ഈ മണ്ണിലേക്ക് കൊടുത്തത് കൊണ്ട് പശ കുറവുള്ള മണ്ണാണ് കേട്ടോ നമുക്ക് എപ്പോഴും ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാനായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ കണ്ടോ നമ്മുടെ മണ്ണ്
ഉമിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മണ്ണ് നന്നായിട്ട് ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പോട്ടി മിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പേരയൊക്കെ നടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പേരയുടെ വേരോട്ടം ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ പേരത്തൈയൊക്കെ വളർന്നു വരാനായിട്ട് സഹായിക്കും. ഇനി നമ്മളിത് ഈ കരിയിലയുടെ മുകളിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗത്തോളം നിറച്ച ശേഷം നമുക്ക് നമ്മുടെ പേരത്തൈയാണ് ഇനി വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ പോട്ടി മിക്സിനായിട്ട് എടുത്തിട്ടുള്ള മണ്ണ് ഡോളോമേറ്റൊക്കെ ഇട്ട് വെച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് നമ്മളിപ്പോൾ ഈ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം കേട്ടോ എടുക്കാനായിട്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. ഞാനിവിടെ നടാനായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ജപ്പാൻ പേരയാണ് കേട്ടോ. ഇതൊരു നല്ല ടേസ്റ്റുള്ള ഒരു പേര കൂടിയാണ്. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കായ്ച്ചു കിട്ടും. കവറിൽ നിന്ന് മാറ്റിയെടുക്കാം. കവറിൽ നിന്ന് നമ്മൾ ഈ പേരത്തൈ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ പുതിയ വെളുത്ത വേരുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലെ മണ്ണൊക്കെ നല്ല രീതിയിൽ ഉറച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എന്നാലും നമ്മൾ പേരയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇതുപോലെ തന്നെ മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഈ തളിർപ്പുകളുണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിർത്തരുത്. അത് വളരാൻ അനുവദിക്കാതെ അങ്ങനെ വരുന്ന തളിർപ്പുകൾ നമ്മൾ മുറിച്ച് കളയുകയോ ഒടിച്ച് കളയുകയോ ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ആ പേരയുടെ ഏത് പേരയാണോ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പേരയുടെ വളർച്ച കുറയുകയും അടിയിൽ നിന്ന് തന്നെ വളർച്ച കുറയുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പോട്ടി മിക്സ് കൂടി ഈ ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഈ രീതിയിൽ പേരത്തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പേര വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ച്ചു കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ നല്ല വളർച്ചയും നമ്മുടെ പേരത്തൈക്ക് ഉണ്ടായിരിക്കും. പിന്നെ പേര നടാൻ പറ്റിയ സമയമാണ് കേട്ടോ ജൂൺ ജൂലൈ മാസമൊക്കെ. ഈ സമയത്ത് പേര നടുകയാണെങ്കിൽ വളർച്ച നല്ല പോലെ തന്നെ നമ്മുടെ പേരയ്ക്ക് കിട്ടും. പേരയ്ക്ക് നല്ല രീതിയിൽ വളം കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മാത്രം പോട്ടി മിക്സ് നിറച്ച് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ഇപ്പോൾ നട്ടതിന് ശേഷം ഒരു 2 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് 2 മാസം ഇടവിട്ട് നമുക്ക് നല്ല രീതിയിൽ വളം കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിൽ പേര നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവും തരും. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം. അതുകൂടാതെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ടേപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഈ പേര ഇതിലൊന്ന് സെറ്റായി വന്നതിന് ശേഷം മാത്രം ഒരാഴ്ചയ്ക്കൊക്കെ ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഇതൊന്നും പോവാതെ വളരെ പതുക്കെ വേണം കേട്ടോ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ടേപ്പ് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം. ഇത് നന്നായി നനച്ചു കൊടുത്ത് നമുക്ക് ഇത് തണലത്ത് തന്നെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതൊരു 2-3 ദിവസത്തിന് ശേഷം നമുക്ക് അത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ഇത് കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഇതിലൊഴിച്ച വെള്ളമൊക്കെ പെട്ടെന്ന് വാർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേര നട്ടിരിക്കുന്ന ചെടിച്ചട്ടിയിൽ നമ്മുടെ വെള്ളം മഴ പെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വെള്ളം കെട്ടി നിൽക്കാതെ താഴേക്ക് തന്നെ വളരെ വേഗം, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. അതുപോലെ പേര കായ്ക്കണമെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അതിന് കായ്ഫലവും കിട്ടുകയുള്ളൂ. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ രീതിയിൽ പേര നട്ടു നോക്കൂ, നിങ്ങളുടെ പേര നല്ല രീതിയിൽ തന്നെ കായ്ച്ചു വരും.
പേര പൂവിട്ട് കായ്ച്ചു കഴിഞ്ഞാൽ അത് വിളവെടുത്ത ശേഷം നമുക്ക് ആ കൊമ്പുകളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ പുതിയ തളിർപ്പുകളൊക്കെ വരികയും ആ വരുന്ന തളിർപ്പിലൊക്കെ പുതിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് പേരയിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കുന്നതാണ്. ഇത് നമ്മൾ ഇടവിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പേരയിൽ നിന്ന് ഓരോ വർഷവും നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് നമുക്ക് പറ്റും. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.